ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോഡയിൽ മുക്കി പൊരിച്ച സവാള റിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു സവാള എടുക്കണം. അതിനുശേഷം അത് സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു നല്ല ഈ ഒരു തിക്നെസ് വേണേ കട്ട് ചെയ്യുമ്പോൾ, ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ റിംഗ് ആയിട്ട് അടർത്തി മാറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ അള്ളികളായിട്ട് പൊട്ടാതെ എടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം റിംഗ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു 1/4 കപ്പോളം മൈദ വേണം. ഇതിപ്പം അളവ് നമ്മൾക്ക് കൂടുതൽ സവാള എടുക്കുകയാണെങ്കിൽ കൂടുതലാവാം. ഈ പറയുന്ന അളവ് ഒരു 3 സവാളയ്ക്ക് പറ്റിയതാണ്. 1/4 കപ്പ് കോൺഫ്ലവർ ഇടുക, ഇതില്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സോഡ എന്ന് പറയുന്നത്. ഇതൊരു 1/4 കപ്പോളമാണ് എടുക്കേണ്ടത്. അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. മുഴുവനായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കലക്കി എടുക്കാം. ഇപ്പം 1/4 കപ്പ് സോഡ ഒഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെയാണ് ഒഴിക്കുന്നത്. വെള്ളവും സോഡയും മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മൊത്തം സോഡയിലാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവിന്. ബജ്ജി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട്. പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോരോ റിംഗ് ആയിട്ട് എടുത്തിട്ട് മാവിൽ മുക്കുക. മാവിൽ മുക്കിയതിന് ശേഷം അതിനകത്ത് എക്സ്ട്രാ വരുന്ന മാവൊക്കെ ഒന്ന് മാറ്റി കളയണേ. അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇടുക. ഇട്ടതിന് ശേഷം ഒന്ന് കോട്ട് ചെയ്യുക. നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് മാറ്റി വയ്ക്കുക ഒരു വേറൊരു പ്ലേറ്റിലോട്ട്. ഇതുപോലെ തന്നെ എല്ലാ റിങ്സും ഇതുപോലെ എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാ റിങ്സും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നേരിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി ഇത് 2 സൈഡ് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ റിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല രസമുണ്ട് കാണാനും. നല്ല വളയൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് കണ്ടോ, നല്ല സൗണ്ട് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനാണ് ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.